പ്രിയപ്പെട്ട പമ്പാവാസൻ നായർ, പ്രേംകുമാർ, ലാൽ ജോസ് സുഹൃത്തുക്കളെ, പമ്പാവാസൻ നായർ ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. കാരണം മറ്റൊരു ജന്മത്തിൽ വിശ്വസിക്കുന്നവർ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അദ്ദേഹത്തിന് മുജ്ജന്മ സുഹൃതമുണ്ട്. മുജ്ജന്മ സുഹൃതമുണ്ടായ ആളുകൾക്ക് മറ്റുള്ളവരെ ഈ വണ്ണം സഹായിക്കാൻ സാധിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ പമ്പാവാസൻ നായർ നമ്മുടെ മുന്നിലിരിക്കുന്ന മറ്റൊരു ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ കെ എസ് മേനോൻ, ഇവരൊന്നും വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരല്ല, വായിൽ വെള്ളിക്കരണ്ടിയായി ജനിച്ചവരല്ല. ഇവരൊക്കെ സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. അവരുടെ ശരീരത്തിൽ പുന്നല്ലിൻ്റെ മണമുണ്ട്, ഉഴവുചാലിൻ്റെ ചെടിയുടെ ഗന്ധമുണ്ട്, വരമ്പൻ്റെ അടയ്ക്കാമണിക്കായുടെയും തുമ്പപ്പൂവിൻ്റെയും വെണ്മയുണ്ട്, മഞ്ഞുതുള്ളിയുടെ നൈർമല്യമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിന് അന്യരെ സഹായിക്കണം എന്ന് തോന്നുന്നത്. 12-ാം നൂറ്റാണ്ടിലെ നാർസി മെഹ്ത്ത എന്നൊരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഭജൻ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു. വൈഷ്ണവ ജനതോ തേനെ കഹിയേ ജെ പീഡ പരായി ജാനുരേ പരദുഃഖേ ഉപകാർ കരേ തോയെ മന അഭിമാനന ജാനുരേ. ആരാണ് വൈഷ്ണവജനം? ആരാണ് ദൈവത്തിൻ്റെ ജനം? പരദുഃഖേ ഉപകാർ കരേ, അന്യൻ്റെ പീഡ പരായി ജാനുരേ, അന്യൻ്റെ പീഡ അറിയുന്നവനാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവത്തിൻ്റെ ജനങ്ങൾ. പരദുഃഖേ ഉപകാരകരേത്തോയെ, അന്യൻ്റെ ദുഃഖത്തിൽ ഉപകാരം ചെയ്യുന്നവൻ. എന്നിട്ടോ മന അഭിമാനനായരെ, സ്വന്തം മനസ്സിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് അഭിമാനിക്കാതിരിക്കുക. ശ്രീ പമ്പാവാസൻ നായരുടെ ഈ പ്രസ്ഥാനത്തിന് ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നതിൽ ഒരു ചെറിയ റോള് ഞാനും പ്ലേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത് അങ്ങനെ നാട്ടുകാരെ അറിയിക്കുക, പത്രങ്ങളിൽ വരുത്തുക, ഇതിലൊന്നും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് നാലാൾ അറിയണം. അപ്പോൾ മറ്റുള്ളവർക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. അതുകൊണ്ട് ഇതിന് അത്യാവശ്യം പബ്ലിസിറ്റി കൊടുക്കണമെന്ന്. ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ പത്നി ഇതിനോട് അനുകൂലിക്കുകയും അങ്ങനെയാണ് ആദ്യമായി ഇതിന് ഒരു ഉദ്ഘാടനം ഇവിടെ നടന്നത്. ഇപ്പോൾ നമുക്കറിയാം, നാം നേരത്തെ കണ്ട വീഡിയോയിൽ 2 കുട്ടികൾ, റിട്ടാർഡായ ഒരു ഫാമിലി, അവരുടെ കണ്ണിൽ നിന്ന് വന്ന ആ കണ്ണീര് മഹാ അനുഗ്രഹമാണ്. അത് പമ്പാവാസൻ നായർക്ക് എത്രയോ ജന്മങ്ങളുടെ സുഹൃതം കൊണ്ട് സമ്പാദിച്ച് കിട്ടുന്ന അനുഗ്രഹമാണ്. ഈ ജനങ്ങളുടെ കണ്ണ് തുടയ്ക്കുക എന്നുള്ള ആ മഹനീയ കർമ്മം അനുസ്യൂതം പുലരട്ടെ, പുരോഗമിക്കട്ടെ. അത് കണ്ട് മറ്റാൾക്കും അതേ മനസ്ഥിതി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ MN ട്രസ്റ്റിന്, CMN ട്രസ്റ്റിന് എല്ലാ ഭാവങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.